Trivandrum Social Service Society has been doing a yeoman's service for the upliftment of the poor and the downtrodden, especially the poor fisherfolk of the coastal belt. We have achieved several milestones since its inception in 1960s. We always listen to the pulse of the community and respond with its timely, innovative interventions. Motorcycles for Roll Change is one among them. ഒരു പുതിയ സംരംഭമാണ് നമ്മൾ ആരംഭിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ആരംഭിക്കുന്ന ഒരു സംരംഭമാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് മത്സ്യബന്ധനത്തിന് ബുദ്ധിമുട്ട് ഏറ്റവും അധികം നേരിട്ടതാണ് നമ്മുടെ സ്ത്രീകൾ. Doing a job with dignity adds a lot to any job. എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു കുടുംബമാണ് ഈ തീരദേശങ്ങളിൽ. പ്രത്യേകിച്ചും ഒരു ജനറേഷൻ വളർന്നത് അമ്മമാരുടെ ഈ മത്സ്യ കച്ചവടമാണ്. അവരുടെ ത്യാഗപൂർണമായ അധ്വാനവും വിയർപ്പും ആണ് ഇന്ന് മക്കള് ആഘോഷിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ മത്സ്യ വിപണനം നടത്തി നമ്മൾ ജീവിക്കുമ്പോഴും അതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു അന്തസ്സ് വരാത്തതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന തൊഴില് വേണ്ടത്ര അന്തസ്സോടെ ചെയ്യുന്നില്ല എന്നതാണ് കാരണം. But how to do fish vending with dignity? This was the question in front of us. ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകളായിട്ടുണ്ട്. And then we got one answer. Provide freedom and power of movement. Add wings to them. Is the era of women getting up at dawn, walking along the muddy road, negotiating with intermediaries, get their share for the day and sell fish, adjusting the load on their heads and rushing to their regular customers. Now the angels are given wings. They will fly with fresh fish with an aim of delivering fresh catch to their customers. Trivandrum Social Service Society is initiating a new venture with the support of Basque Government, Calcutta Ondon and Sakhi Women Resource Center to bring a new wave in fish vending. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് തുടങ്ങിയൊരു പ്രോജക്റ്റാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റാണ്. വിമൻ എംപവർമെൻ്റ് ആണ് ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ തീരദേശ മേഖലയിലുള്ള സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം, അതാണ് ലക്ഷ്യം. Right from the horse mouth, Philo, a beneficiary from Pudukkurichi region. ഞാൻ വീട്ടിൽ നിന്ന് 6 മണിക്കാണ് ഇറങ്ങുന്നത്. ഇവിടുന്ന് പോയിട്ട് ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഡെയിലി 180 രൂപയാണ് പോകുന്നതിന് മാത്രം കൊടുക്കുന്നത്. ലഗേജായിട്ട് വണ്ടി മീനുമായിട്ട് വരുമ്പോഴത്തേക്ക് അത് 300 രൂപയാകും. അപ്പോഴത്തേക്ക് നമ്മൾ പോയി നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന നല്ല ഫ്രഷ് മീനാണ് നമ്മൾ വാങ്ങുന്നത്. വില കൂടിയതാണ്. കൊണ്ടുവന്ന് പെട്ടെന്ന് ഐസിടും, പെട്ടെന്ന് ഓട്ടോയിൽ തന്നെ വരും. മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അതാത് ജംഗ്ഷനിൽ വന്ന് മീൻ വിറ്റ് ആണ് ജീവിക്കുന്നത്. ഇപ്പോഴും എന്തായാലും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ചെറിയ വരുമാന മാർഗം എന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിന് വളരെ സന്തോഷമുള്ളത്.
Philo is happy because she believes life is going to change with this paradigm shift. Yes, the freedom to move. ഞാൻ രാവിലെ ഒരു 7-8 മണി 8:30-ക്കുള്ളിൽ മേനംകുളം ജംഗ്ഷനിൽ ഒരു നല്ല വെയിലടിക്കുന്ന ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ 1000 രൂപയുടെ മീനാണ് കൊണ്ടുവന്ന് നിൽക്കുന്നതെങ്കിലും അത് വിറ്റഴിക്കുന്നത് അച്ഛൻ ഞാൻ കരഞ്ഞിട്ടുണ്ട്, എൻ്റെ മീൻ പോകാതെ ഇരുന്നിട്ട്. അപ്പോൾ പറഞ്ഞു പോയി ഞാൻ കരഞ്ഞു പോകും. എന്നിട്ട് ഇരുന്ന് നല്ല ഫ്രഷ് മീനാണ് കൊണ്ടുവന്ന് വിൽക്കുന്നത്. പക്ഷേ ഈ ഫ്രഷ് മീൻ വാങ്ങാതെ ഐസിട്ട മീൻ പെട്ടെന്ന് ആൾക്കാർ വാങ്ങിയിട്ട് പോകും. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ നമ്മുടെ മീനിന് എടുക്കുന്ന റേറ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കുക, അതൊക്കെ നമുക്ക് ആദ്യമേ ഈ വരുന്ന ടൈമിൽ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിൽ വരും. ഇപ്പം 100 രൂപയ്ക്ക് സപ്പോസ് ഒരു ഫ്രഷ് മീൻ 100 രൂപയ്ക്ക് 3 അയില കൊടുക്കുകയാണെങ്കിൽ അപ്പുറത്ത് 5 അയില കൊടുക്കുന്നതെന്ന് വെച്ചോ ഐസ്, ആൾക്കാർ പോയി അതാണ് വാങ്ങുന്നത്. പക്ഷേ ഫ്രഷ് നല്ല മീനാണ്, നല്ല മീൻ നമ്മളിപ്പോൾ 1 പ്രാവശ്യം കൊടുത്തു, 2 പ്രാവശ്യം കൊടുത്തു, 3ാമത്തെ പ്രാവശ്യമായിരിക്കും നമ്മൾ അവർ മൈൻഡ് ചെയ്യുന്നത്. അപ്പോഴാ മീൻ വാങ്ങിക്കുമ്പോൾ ഇത്തിരി താമസം ഇത്തിരി വിഷമമൊക്കെ വരും. എന്നാലും സാരമില്ല, ഞങ്ങൾ നല്ല വെയിൽ കൊണ്ടിട്ടാണ് ഈ മീൻ കൊടുക്കുന്നതെങ്കിൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ റോഡ് കുഞ്ഞു ഷോർട്ട് കട്ട് റോഡൊക്കെ ഉണ്ടല്ലോ, അപ്പോഴവിടെയൊക്കെ കൊടുത്ത് പെട്ടെന്ന് മീൻ കച്ചവടം നടത്താനാണ് മനസ്സിൽ വിചാരിക്കുന്നത്. Another beneficiary from Pudukkurichi region. She didn't know how to ride a two-wheeler, but her willpower, endurance and dedication made her confident in handling a motorcycle in just 2 months. എനിക്ക് 3 പെൺകുട്ടികളാണുള്ളത്. ഭർത്താവ് ഇത്തിരി മദ്യപാനിയാണ്, സമ്പാദ്യം ഒന്നും തരത്തില്ല. ഭയങ്കര വേദനപ്പെട്ട ബുദ്ധിമുട്ടുള്ളൊരു ജീവിതമാണ്. വീട്ടുജോലിക്ക് പോയാലും കുട്ടികളുടെ അടുത്ത് സമയത്തിന് വരാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ വളരെ വേദനപ്പെട്ട ഒരവസ്ഥ, ആരും സഹായിക്കാനില്ല, ഭർത്താവും വേലയിൽ നിന്ന് കുടിച്ച് തീർക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന്. അപ്പോഴാണ് ഒരു മീൻ കച്ചവടത്തിന് പോകണം എന്നൊരു ചരുവം പോയി ചരുവം തട്ടം വാങ്ങിച്ചിട്ട് അന്ന് മുതൽ ഞാൻ ബിസിനസ്സിന് ഇറങ്ങിയിട്ട് ഈ മീൻ കച്ചവടത്തിന് ഈ മീനും ഐസും വെള്ളം വേണ്ടി തലയിൽ എടുത്തു വെച്ച് നടക്കുമ്പോൾ എൻ്റെ ഈ നരമ്പെല്ലാം പൊട്ടിപ്പോകുന്ന വേദന. ആ സമയങ്ങളെല്ലാം റോഡിൽ കൂടെ നടക്കുമ്പം കരഞ്ഞിട്ടുണ്ട് ദൈവത്തിന് നോക്കി, എൻ്റെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരണമെന്ന്. ഒരു 10 വീട്ടിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പറയുമ്പോൾ ഒരു വീട്ടിലെടുക്കും, എന്നിട്ട് മീൻ വെട്ടിത്താന്നൊക്കെ വെട്ടിയും കൊടുത്തു. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന മീൻ നല്ല ഫ്രഷ് മീൻ കൊണ്ട് അവർക്ക് മൊത്തം ഞാൻ തീർത്തിട്ട് തന്നെ വരും. ഈ ഇതിൽ മീൻ കച്ചവടത്തിന് പോകാൻ നല്ല സുഖമായിരിക്കും, എൻ്റെ തലയിൽ വേദന മാറും. The project is helpful for small as well as medium scale fish vendors since this will provide freedom of movement and dignity. Now let's listen to Shaimaja from Anjango, a real role model. എൻ്റെ ജീവിത ലക്ഷ്യം ഞാൻ രക്ഷപ്പെടുന്നത് കൂടെ മറ്റുള്ളവരും രക്ഷപ്പെടുത്തണം. എനിക്ക് ഇപ്പോൾ ഒറ്റ ഒരു മാർഗം, ഒരു വലിയൊരു വണ്ടി എടുക്കണം. അതിൽ ഇവിടെ മീനില്ലെങ്കിൽ നമ്മൾ കൂടി അവിടെയൊക്കെ പോയി എടുത്ത് ഇപ്പൊ ഇത്ര പേര് വന്നില്ലേ, ഇവർക്ക് മീൻ എത്തിച്ചു കൊടുക്കുക, മിതമായ വിലയ്ക്ക് അവർക്ക് മീൻ എത്തിച്ചു കൊടുക്കുക. പിന്നെ എനിക്കൊരു ആഗ്രഹം, എനിക്ക് വീടൊന്നുമില്ല, ഒരു 10 സെന്റ് പെരക എടുക്കുക, ഒരു മീൻ കണക്കുന്ന ഒരു കയറ് വേണം, അത് വാങ്ങിക്കുക, ലോഡ് കണക്കിന് മീൻ ഇറക്കുക, ഒരു 10-15 സ്ത്രീകളെ നിർത്തി ഇതിൽ മീൻ കയറ്റി ഉണക്കി വരും. അത് തൂക്കി ഗ്രാം അനുസരിച്ച് തൂക്കി പാക്കറ്റുകളാക്കി കടകളിൽ എത്തിക്കുക. ഇപ്പം എല്ലാവർക്കും ടൂവീലറാണ്, കടകളിൽ എത്തിക്കുക, അവർക്കൊരു വരുമാനം ഉണ്ടാക്കണം, എനിക്കൊരു നിലനിൽപ്പുണ്ടാകും. കാരണം ഞാൻ രക്ഷപ്പെടുന്നതോടുകൂടി അവരും രക്ഷപ്പെടണമെന്നാണ് എൻ്റെ ഒറ്റ ലക്ഷ്യം. Because she herself was abandoned and rejected by her own family and being a widow, she knew the pangs of life. Flight or fight were the 2 options in front of her. She determined to fight. കൊച്ചിലെ തന്നെ എൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര കള്ളുകുടിയനാണ്. അത് കണ്ട് ഞങ്ങളുടെ അമ്മേനെ എപ്പോഴും ഇട്ട് അടിക്കുകയും ഞങ്ങൾക്ക് വേവിച്ചിരിക്കുന്ന ആഹാരമൊക്കെ എടുത്ത് പുറത്തെറിയുകയും അങ്ങനെ ഇത് കണ്ട് വളർന്നു വന്നതാണ് ഞാൻ. പിന്നെ ഞാൻ സ്വന്തം SSLC കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ എനിക്കൊരു മടിയായി. പിന്നെ പപ്പയുടെ ഇതും കണ്ട് അമ്മയുടെ ബഹളം ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് പിന്നെ അങ്ങോട്ട് പഠിക്കാൻ ഒരു മടിയായിരുന്നു. എന്നിട്ട് ഞാൻ ഇന്ന് പറഞ്ഞു, ഇത് നമ്മൾ എങ്ങനെ ജീവിക്കും, നമ്മുടെ ലൈഫ് തീർന്നു, നമ്മൾ ഉണ്ടാക്കിയ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടു, ഇത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, മാതാവ് നീ തന്നെ എനിക്കൊരു വഴി കാണിച്ചതാ, ഞാൻ എൻ്റെ അമ്മ ചെയ്യുന്ന ബിസിനസ് തന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാന്ന് എൻ്റെ മനസ്സിൽ തോന്നി. Shaimaja gave the right answer to all who cornered her with her own life. Women too can have dignity, self-worth and equal freedom in their workspaces. This is what Babita believes. Babita is the general coordinator of the project. റോൾ ചേഞ്ച് എന്നുള്ളതാണ് നമ്മളിവിടെ
വിഭാവനം ചെയ്യുന്ന ഒരു കാര്യം. സ്ത്രീകളിപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടതുപോലെ തന്നെ തലച്ചുമടായിട്ട് കൊണ്ടുപോയി മത്സ്യ വിൽപ്പന നടത്തുന്നു. അപ്പോൾ സ്ത്രീ ഈ തൊഴിലിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ. അതേസമയം പുരുഷൻ ഒരിക്കലും തലച്ചുമടായിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നില്ല. പുതിയ തലമുറ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിനകത്ത് ഓക്കെ, പണ്ട് എൻ്റെ അമ്മയോ അമ്മൂമ്മയോ പോയതുപോലെ അല്ല, എനിക്ക് ഈ ഫീൽഡിലും ഒരു പക്ഷേ നൂതനമായ രീതിയിൽ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് എനിക്ക് ഈ ജോലി ചെയ്യാം, പ്രൊഫഷണലായിട്ട് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു 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 എന്താ ഒരു മോഡലിംഗ് ഈ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഞാനിതിൽ കാണുന്ന ഹൈലൈറ്റ്. എംപവർമെൻറ്റ് ഓഫ് വിമൻ ത്രൂ റോൾ ചേഞ്ച്.